ഇന്ത്യൻ മാർക്കറ്റിൽ സ്വർണ്ണവിലയിൽ നിരന്തരം മാറ്റങ്ങൾ തുടരാൻ സാധ്യത. ഇപ്പോൾ നിക്ഷേപകർ സ്വർണ്ണത്തിലും വെള്ളിയിലുമാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിനാൽ സ്വർണ്ണത്തിലും വെള്ളിയിലും ലാഭമെടുപ്പ് വർദ്ധിച്ചു. എന്നാൽ നികുതി കഴിച്ചാൽ തുച്ഛമായ ലാഭമാണ് പലർക്കും ലഭ്യമാക്കുന്നത്. സ്വർണ്ണവില ഇനി ഒട്ടും കുറയില്ല. പ്രതീക്ഷകളെല്ലാം മങ്ങി. ഭൗമരാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി സങ്കീർണമായി തുടരുകയാണ്. ഇത് സ്വർണ്ണവിലയിൽ വലിയ തരത്തിലാണ് പ്രതിഫലിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ മാർക്കറ്റിലും സ്വർണ്ണവിലയിൽ നിരന്തര മാറ്റങ്ങളും ചാഞ്ചാട്ടങ്ങളും തുടരാൻ സാധ്യതയുണ്ടെന്ന് ധനകാര്യ വിദഗ്ധർ പറയുന്നു. ആഗോളതലത്തിലെ ഭൗമരാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വങ്ങളാണ് ഇപ്പോൾ സ്വർണ്ണവിലയെ പിടിച്ചു നിർത്തുന്നത്. ഈ കുതിച്ചുചാട്ടത്തിന് പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നതും ഈ ചാഞ്ചാട്ടങ്ങൾ തന്നെ. ഇറാൻ സംഘർഷം, ട്രംപ് തീരുവകൾക്കെതിരായ സുപ്രീം കോടതി വിധി തുടങ്ങിയ സംഭവങ്ങളെല്ലാം ആഗോള ഓഹരി വിപണികളിൽ വലിയ ചാഞ്ചാട്ടം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ഇതിനിടെ സുരക്ഷിത നിക്ഷേപ മാർഗം എന്ന നിലയിൽ പല നിക്ഷേപകരും സ്വർണത്തിലും വെള്ളിയിലുമാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. നിലവിലെ ആഗോള സാഹചര്യങ്ങൾ തുടരുകയാണ്. അങ്ങനെയെങ്കിൽ സ്വർണ്ണവിലയിൽ കൂടുതൽ വർധനവിനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇത് സാമ്പത്തിക വിദഗ്ധർ തന്നെ പറയുന്ന കാര്യമാണ്. അതേസമയം വലിയ ഇടിവും ആശ്വാസവും സ്വർണ്ണവിലയിൽ പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിലെ ചാഞ്ചാട്ടങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ വിപണിയിലാണ് കണ്ടത്. ഡോളറിന്റെ മൂല്യത്തിലെ കയറ്റിറക്കങ്ങൾ രാജ്യാന്തര മാർക്കറ്റിലും അലയടിക്കുന്നതും കണ്ടു. ഇത് ഇന്ത്യൻ വിപണിയിലും വലിയ തരത്തിൽ പ്രകടമായി തുടങ്ങി. പണപ്പെരുപ്പം, അമേരിക്ക പലിശ നിരക്കുകൾ, രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ, രാജ്യാന്തര നയങ്ങൾ, വൻകിട രാജ്യങ്ങളുടെ സാമ്പത്തിക നയങ്ങൾ, ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ, ക്രൂഡ് ഓയിൽ വിലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ, രൂപയുടെ മൂല്യത്തിലെ അസ്ഥിരത, ലോക നേതാക്കളുടെ പ്രഖ്യാപനങ്ങൾ ഇവയെല്ലാം സ്വർണ്ണവില കുതിച്ചുയരാൻ കാരണമാകുന്നുണ്ട്. മാത്രമല്ല, കേരളത്തിലുള്ള കല്യാണ സീസൺ മഞ്ഞലോഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഡിമാൻഡ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ ദീപാവലി, ദസറ പോലെയുള്ള ഉത്സവ ആഘോഷവേളകളിലും ഇന്ത്യൻ ആചാരങ്ങളിൽ ഈ മഞ്ഞലോഹത്തിന് ഡിമാൻഡ് വളരെയധികം കൂടുതലാണ്. അതനുസരിച്ച് വിലയും 10 ഇരട്ടിയായി ഉയരും. സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായാണ് ഇപ്പോൾ ഉപഭോക്താക്കൾ കാണുന്നത്. വാങ്ങി സൂക്ഷിച്ച് വില ഉയരുമ്പോൾ വിൽക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കായോ ഇവർ ഉപയോഗിക്കും. ഇതെല്ലാം സ്വർണത്തിന്റെ ആവശ്യകതയും നിരക്കും ഒരുപോലെ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ തന്നെയാണെന്നും വിപണി വിദഗ്ധർ പറയുന്നുണ്ട്. സ്വർണ്ണ ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. സ്വർണ്ണലോഹത്തിലോ ആഭരണങ്ങളിലോ ഡിജിറ്റൽ രൂപമായതിനാൽ തന്നെ മോഷണമോ കവർച്ചയോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നതുകൊണ്ട് തന്നെ സ്വർണ്ണ ബോണ്ടുകൾക്ക് വലിയ പ്രാധാന്യമാണ് ഇന്നുള്ളത്. പക്ഷേ ബോണ്ടുകൾക്ക് വാർഷിക പലിശയുമുണ്ട്. മാത്രമല്ല, ഈ ചാഞ്ചാട്ടം സ്വർണ്ണവിലയിൽ തുടരുന്നതുകൊണ്ട് തന്നെ സ്വർണത്തിലും വെള്ളിയിലും ലാഭമെടുപ്പും വർദ്ധിച്ചിട്ടുണ്ട്. അതായത് സ്വർണം, വെള്ളി, ആഭരണം, നാണയം, ബാർ, ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ETF-കൾ, ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ മ്യൂച്വൽ ഫണ്ടുകൾ എന്നിങ്ങനെ പല രൂപങ്ങളിലാണ് ഇന്ത്യക്കാർ സ്വർണവും വെള്ളിയും ഇപ്പോൾ സൂക്ഷിക്കുന്നത്. പക്ഷേ ഓരോ രീതിക്കും നികുതി വ്യത്യസ്തമാണെന്ന് ഓർക്കണം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.